അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നെന്താണ് രാവിലെ തന്നെ തീയും പുകയൊക്കെ ആയിട്ടെന്ന്. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ ചോറ് വെക്കണം കേട്ടോ. ആശിക്കുട്ടൻ ഇന്ന് നേരത്തെ വണ്ടി വരും. അപ്പോൾ എന്നും 10:30 മുതൽ 3:30 വരെ ആയിരുന്നു ക്ലാസ്. ഇപ്പോൾ 10 മണി മുതൽ 3 മണി വരെ ആക്കി ചുരുക്കി നഴ്സറി ക്ലാസ്. അപ്പോൾ പെട്ടെന്ന് ചോറ് അടുപ്പത്ത് വെച്ചാൽ അത് വെന്ത് കിട്ടിക്കോളുമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ദോശയും ചട്നിയാണ് കേട്ടോ. നമ്മുടെ ഉഴുന്ന് ദോശയും ചട്നിക്കറിയാണ്. അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു ചട്നിക്കറി ഞാൻ പറഞ്ഞു തരാം. ആദ്യം ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അതിലേക്ക് ഒരു 2 സ്പൂൺ ഉഴുന്ന് ഒരു ഗോൾഡൻ നിറമാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളക്. അപ്പോൾ നമ്മൾ എടുക്കുന്ന വറ്റൽമുളക് ചിലപ്പം എരിവ് കുറച്ച് എരിവ് അധികം ഉള്ളതായിരിക്കും. അപ്പോൾ എൻ്റെ അത് കുറച്ച് എരിവുള്ളതായതുകൊണ്ട് ഞാൻ 2 എണ്ണമൊക്കെ എടുത്തിട്ടുള്ളൂ. 2-3 എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് കയ്യിലുള്ള മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ മുളക് എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ ഉഴുന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ. വറുത്തെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് നമ്മളെ കറിക്ക്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ഒരു തക്കാളി അതുപോലെ ഒരു സവാള അരിഞ്ഞ് വെച്ചതാണ് അതും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ചട്നിക്കറിയാണ്. നമ്മുടെ സാധാരണ അരിദോശൻ്റെ കൂടെ എനിക്ക് നല്ല കോമ്പിനേഷൻ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. നമ്മുടെ ഉഴുന്ന് ദോശയുടെ കൂടെയൊക്കെ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. അതുപോലെ ചപ്പാത്തിക്കൊക്കെ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഞാനിനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി ഒരുപാട് തേങ്ങ വറവാവൊന്നും വേണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ ചൂടൊക്കെ ഒന്ന് പോയി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇതിൻ്റെ ഇടയിൽ തേങ്ങയുടെ ഒരു നാര് കുടുങ്ങിപ്പോയി. അതൊന്ന് എടുത്ത് മാറ്റി നമുക്കിത് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളത്തിലൊന്നും വേണ്ട, കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുക. ഇനി ഇതിൽ നമുക്കൊരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് പൊട്ടിക്കുക, അതുപോലെ കുറച്ച് കറിവേപ്പില പൊട്ടിക്കുക. ഇത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കറിക്ക് ആവശ്യമായിട്ട് ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല, എന്നാൽ ഒരുപാട് തിക്കായിട്ടുള്ള കറിയല്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉഴുന്ന് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം? അവിടെ എന്താണ്, മഴയൊക്കെ ഉണ്ടോ? ഇവിടെ 2 ദിവസമായിട്ട് മഴയ്ക്ക് കുറച്ച് കുറവൊക്കെ ഉണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് അവസ്ഥ? പിന്നെ മഴയൊക്കെ ഉണ്ടോ? അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ നമ്മളെ സൂപ്പർ ടേസ്റ്റിലുള്ള ചട്നിക്കറി റെഡി ആയിട്ടോ. ഉണ്ടാക്കി നോക്കുന്നവർ ഇത് നോക്കുന്നവർ ഉണ്ടാക്കി നോക്കണ്ട, നോക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കറി റെഡിയാക്കി മാറ്റി വെച്ചു. അപ്പോൾ കറി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കൽ കേട്ടോ. കാരണം മക്കൾക്ക് ദോശ ചൂടിൽ കിട്ടണം, അതാണ് അവർക്കിഷ്ടം. മറ്റേ അരിദോശ ആയ വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഈ ഉഴുന്ന് ദോശ ആകുമ്പോൾ അവർക്ക് ചൂടിൽ കിട്ടണമാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കറി ഉണ്ടാക്കി വെച്ചിട്ട് ദോശ അങ്ങനെ ചട്ടിയിൽ നിന്ന് ഉണ്ടാക്കി അങ്ങനെ കൊടുക്കും. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് നല്ല ദോശയും ചട്നിക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിച്ചു വരാം കേട്ടോ. നല്ല കാലാവസ്ഥയാണ് കേട്ടോ, അതുകൊണ്ട് മോനൂന് സ്കൂളിൽ പോകാൻ എളുപ്പമായി, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി ഉച്ചക്കുള്ളതാണ് കേട്ടോ. ഉച്ചക്ക് ഞാൻ കുറച്ച് ബീഫ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി, ചീരുള്ളി, ചീരുള്ളി നമ്മളിവിടെ ചീരുള്ളി എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാനത് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ്. ഇഞ്ചി ഇപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ, കാരണം ഞാൻ മോരുണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉള്ളി മാറ്റി വെക്കണം. മോരിലേക്ക് ഞാൻ ഇഞ്ചി ഉപയോഗിക്കില്ല, അപ്പോൾ ഞാൻ ഇഞ്ചി ഇട്ടിട്ടില്ല. അപ്പോൾ ഞാനത് കുറച്ച് മാറ്റി വെച്ചിട്ട് ഇഞ്ചി ഇട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. അതാ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഉലുവയാണ്. ഉലുവ ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചധികം ബീഫ് ഉണ്ട് കേട്ടോ, എനിക്ക് തോന്നുന്നു ഒരു 1.5 കിലോനധികം ബീഫ് ഉണ്ടാവുമെന്ന്.
ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്ര ഇട്ടെടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ഇട്ടെടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഞാൻ അടുപ്പിലാണ് കേട്ടോ, വിറകടുപ്പിലാണ് ബീഫ് ഉണ്ടാക്കിയെടുക്കുന്നത്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിൻ്റെ മസാലകളൊക്കെ ബീഫിലേക്കൊന്ന് പിടിക്കോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അടുപ്പിലേക്ക് വെക്കാം. എൻ്റെ അടുപ്പിൻ്റെ ഭംഗിയൊന്നും ആരും നോക്കണ്ട കേട്ടോ. രാവിലെ ചോറ് ഇപ്പോൾ ഗ്യാസിന് ക്ഷാമമായതുകൊണ്ട് ഒരുവിധ സാധനങ്ങളൊക്കെ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് മോര് കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ കുറച്ച് പുളിവെള്ളം, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് ഇത്രയും ചട്ടിയിലേക്കിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരകിയെടുക്കുക. അപ്പം ഞങ്ങൾ ഒരുപാട് ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാരുള്ളൂ, 3-4 ആൾക്കാരുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കറി മതി. അതിനാവശ്യമായിട്ടുള്ള തേങ്ങ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ഇനി തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോരിന് നല്ലൊരു മണം കിട്ടണമെങ്കിൽ ചെറിയ ജീരകം ആവശ്യമല്ല, അത്യാവശ്യമാണ്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ച ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ചെറിയൊരു പണി കൂടിയുണ്ട്. നമുക്ക് മോരൊന്ന് കുറുകിയ പോലെ ഒരു കുഴമ്പ് പോലെ ആവണമല്ലോ. നമ്മളിത് ഇച്ചിരി വെള്ളം പോലെയാണ്. അപ്പോൾ നമ്മളിതൊന്ന് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി കലക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ അരിപ്പൊടി കുറച്ച് ഒരു സ്പൂൺ അരിപ്പൊടി ഇതാ കലക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കലക്കി വെച്ചത് എടുത്തു, ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള മോരുകറി റെഡിയായി. മോരുകറി പല രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇനി നമുക്ക് ബീഫ് എന്തായെന്ന് പോയി നോക്കാം. അപ്പോൾ സൂപ്പറായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു 1.5 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മുളകും പൊടി ലേശം കുറച്ചു, കുരുമുളക് പൊടി കുറച്ച് അധികം എടുത്തു. എങ്കിലും ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല, കാരണം ബീഫ് കുറച്ച് അധികം ഉണ്ടായതുകൊണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. കൂടെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര പരിപാടിയുള്ളൂ. നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ബീഫ് റെഡിയായി. മോരും ബീഫും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഞാൻ ഇനി പിന്നെ വരാം.